നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ്. ഇതിന്റെ രുചിയും മണവും കളറും ടെക്സ്ചറൊക്കെ സാധാരണ നമ്മൾ ജാഗരി വെച്ചിട്ടുണ്ടാക്കുന്ന നെയ്യപ്പം പോലെയല്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ നെയ്യപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. 1/2 കിലോ അരി ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. തരിയോട് കൂടിയിട്ട് പുട്ടിനൊക്കെ പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുത്തതാണ്. ഉണക്കലരി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സാധാരണ പച്ചരി ഉപയോഗിക്കാം. 1/2 കിലോ അരി എന്ന് പറയുന്നത് 2.5 കപ്പ് അരിയാണ്. ഈ അരി കുതിർത്തി പൊടിച്ചു കഴിയുമ്പോൾ നമുക്ക് 5 കപ്പ് അരിപ്പൊടിയാണ് കിട്ടുക. ഇനി വേണ്ടത് കരിപ്പെട്ടി അഥവാ ചക്കരയാണ്, അതായത് പാം ജാഗരി. ഇത് ഇതുപോലെ 400 ഗ്രാമിന്റെ ഒരു കട്ടയായിട്ടാണ് നമുക്ക് കിട്ടുക. കരിപ്പെട്ടി എന്ന് പറയുന്നത് കരിമ്പനേന്റെ കള്ള് ഉറുകിയിട്ട് ചിരട്ടയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ സാധാരണ ശർക്കര ഉണ്ടാക്കുന്നത് കരിമ്പിന്റെ സത്തിൽ നിന്നാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കരിപ്പെട്ടിക്ക് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ്. ഇതിൽ കൂടുതൽ അയണും കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കാനും കുറുക്ക് ഉണ്ടാക്കാനും ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു കരിപ്പെട്ടിയും അരിപ്പൊടിയാണ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചക്കരപ്പനിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് അരിപ്പൊടി ഒന്ന് നനച്ചെടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കുത്തി നോക്കുമ്പോൾ കൈ പൊള്ളരുത്. ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കിലോ അരി പൊടിച്ചതിലേക്ക് 400 ഗ്രാം കരിപ്പെട്ടി മുഴുവനായിട്ടും വേണ്ട, ഒരു 375 ഗ്രാമൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ ഒരുക്കുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കഷ്ണം മാറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉരുക്കി വെച്ചതിന് കുറച്ചങ്ങ് ഒഴിക്കാതെ മാറ്റി വെച്ചാൽ മതി. ചക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ തവി വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അരിപ്പൊടി ഒന്നും നന്നായിട്ടങ്ങ് മിക്സായി വരില്ല. അതുകൊണ്ട് കൈകൊണ്ട് അരിപ്പൊടിൻ്റെ കട്ടയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി 1/2 കിലോ കരിപ്പെട്ടി വെച്ചിട്ടാണ് നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അരിപ്പൊടിൻ്റെ അളവ് കൂട്ടി കൊടുക്കണേ. അന്നേരം ഒരു 6 കപ്പ് അരിപ്പൊടിയൊക്കെ എടുക്കേണ്ടി വരും. മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിരിക്കണം, എന്നാൽ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് ലൂസും ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചക്കരപ്പാനി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അരിപ്പൊടിയും ചക്കരപ്പാനിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു 8 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അതുപോലെ 8 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, മാവ് പുളിച്ചു പോകുന്നില്ല, നന്നായിട്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു 10 മണിക്കൂർ ഫെർമെൻ്റ് ആയിരിക്കുന്ന മാവാണ്. മാവ് കണ്ടില്ലേ, ഇതുപോലെ കോരി ഒഴിക്കുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ ഒഴുകി വീഴണം. ഇഡ്ഡലി മാവിൻ്റെ അത്ര ടൈറ്റ് ഇല്ല, കുറച്ച് ലൂസാണ്. എന്നാൽ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ് ആണ് താൻ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ 2 നുള്ള ഉപ്പും കൂടെ ചേർക്കാം. വേണമെങ്കിലും മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർക്കുകയാണെങ്കിൽ മധുരം ഒന്ന് എടുത്ത് നിൽക്കും. ഇനി ഓരോ ടീസ്പൂൺ വീതം കറുത്ത എള്ളും നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം മുഴുവനോടെയാണ് ചേർക്കുന്നത്. അവസാനമായിട്ട് തേങ്ങാപ്പുളി ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 ഗ്രാം ഉണ്ടാവും, 1/4 കപ്പ്. ഇതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് വറുത്തിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് മൂത്ത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി അങ്ങ് മൂത്ത് വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സിമ്പിളാണ്. കരിപ്പെട്ടിയും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കുക. അത് കഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഏലക്കപ്പൊടിയും ജീരകവും തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചതും എള്ളും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാവ് റെഡി. വേണമെങ്കിൽ മാത്രം അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിരുന്നു. അത് കൂടാതെയാണ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തത്. നെയ്യിലാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്നതെങ്കിൽ അവസാനമായിട്ട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു നെയ്യപ്പം നെയ്യിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണേൻ്റെ ചൂടാണ് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എണ്ണ നന്നായിട്ട് ചൂടാവണം, എന്ന് വെച്ചാൽ
എണ്ണ പുകയുന്നത് പോലെ ചൂടാകരുത്. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഓരോ തവി മാവ് മേലെ നിന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി തവിയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യപ്പം തന്നെ അങ്ങ് പൊങ്ങി വന്നോളും. എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരണം. പൊങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീ ലോയിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് ഇത്രയും ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുകയായി വരാൻ. അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലൊരു കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറ്റാവുന്ന അത്ര എണ്ണ അങ്ങ് അതിലേക്ക് ഊർന്നു പോകുന്ന വിധത്തിലൊന്ന് പതുക്കെ അങ്ങ് തട്ടി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാലും മതി. ഇനി ഫ്ലെയിം വീണ്ടും മീഡിയത്തിലേക്ക് വെച്ചിട്ട് അടുത്ത തവി മാവ് ഒഴിക്കാം. ഇതും അങ്ങ് തനിയെ അങ്ങ് പൊങ്ങി വരട്ടെ. പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് എണ്ണ കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഉണ്ണിയപ്പം പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കരുത്. സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കണം. ഉൾഭാഗം മാത്രം സോഫ്റ്റ് ആയിരുന്നാൽ മതി. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോയിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തീ കൂടിയിരിക്കുകയാണെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടുമില്ല. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നമുക്ക് പരമാവധി എണ്ണ പോകുന്ന വിധത്തിൽ സൈഡിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങ് പിടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്ന നെയ്യപ്പം പോലെയല്ല കേട്ടോ ഇത്. കാണുമ്പോഴും അങ്ങനെയല്ല, കഴിക്കുമ്പോഴും അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ രുചി ഒരുപാട് കൂടുതലാണ്. ഓരോ തവി മാവ് ഒഴിക്കുന്നതിന് മുൻപായിട്ടും എണ്ണേൻ്റെ ചൂടൊരു മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണേ. അതുപോലെ പൊങ്ങി വന്ന ഉടനെ തന്നെ എണ്ണ കോരി ഒഴിക്കരുത്. ഒരു 5-6 സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നെയ്യപ്പം അങ്ങ് പൊട്ടിപ്പോകും. അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ മൂന്നാമത്തെ നെയ്യപ്പം ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവാത്തപ്പോൾ വിഷമിക്കേണ്ട. മാവ് കലക്കി വെച്ചതൊക്കെ നന്നായെങ്കിലും നമ്മൾ എണ്ണയിലേക്ക് കോരി ഒഴിക്കുമ്പോഴാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് ശരിയാവാതെ വരുന്നത്. ഭയങ്കര ചൂടുള്ള എണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരില്ല. ഒരെണ്ണം ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, എണ്ണ ഭയങ്കര ചൂടാണ്. അതിലേക്ക് ഒഴിക്കുമ്പോൾ നെയ്യപ്പം ഇതുപോലെ അങ്ങ് ചുരുങ്ങി പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്. അത് എണ്ണേൻ്റെ ചൂട് കൂടുതലായിട്ടാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മാവ് കോരി ഒഴിക്കുക. അതായത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് എണ്ണേൻ്റെ ചൂടൊരു പാകത്തിനാവുന്ന സമയത്ത് മാത്രം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിലൊരു 15 നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇത്രയും മാവിൽ നിന്ന്. ഇതിൽ നമ്മൾ പഴമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ 2-3 ആഴ്ച വരെ പുറത്ത് തന്നെ കേടാവാതെ ഇത് സൂക്ഷിക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഉൾഭാഗമൊക്കെ, സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണാം. നന്ദി.